നമസ്കാരം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ അത്തരം ചർച്ചകളിൽ അതൃപ്തരായി കോൺഗ്രസിലെ അണികൾ. പാർട്ടികളിലെ സാധാരണക്കാരുടെ പിന്തുണയുള്ള സുധാകരനെ മാറ്റുന്നതിലാണ് എതിർപ്പുയരുന്നത്. ഇത്തരം എതിർപ്പുകൾ സൈബർ ഇടത്തിലും കോൺഗ്രസ് അണികൾ പങ്കുവെക്കുന്നുണ്ട്. കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ ഹൃദയവികാരം അറിയുന്ന നേതാവാണ് സുധാകരൻ. അണികളുമായി അത്രത്തോളം അടുപ്പമുള്ള അദ്ദേഹത്തെ തഴയൽ കോൺഗ്രസിന് ഗുണകരമാകില്ലെന്ന മുന്നറിയിപ്പാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത്. ഇത്തരം കുറിപ്പിൽ ശ്രദ്ധേയമായത് രജിത് ലീല രവീന്ദ്രൻ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പാണ്. സുധാകരനോട് പാർട്ടി പ്രവർത്തകർ എന്തുകൊണ്ടാണ് അടുക്കുന്നതെന്നടക്കം വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ എനിക്ക് വ്യക്തിപരമായി കടപ്പാടുള്ളത് KPCC പ്രസിഡന്റ് കെ സുധാകരനോട് മാത്രമാണ്. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലെ KSU കാലത്ത് നീലപ്പതാക പിടിച്ചതിൻ്റെ പേരിൽ ലഭിച്ച അടിയുടെയും ഇടിയുടെയും ചവിട്ടിൻ്റെയും കണക്കുകൾ പറയുമ്പോൾ അത്ര വിഷമമാണെങ്കിൽ ഇതിനൊന്ന് പോകാതിരുന്നാൽ പോരെ എന്ന് പറഞ്ഞിരുന്ന ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു അന്നത്തെ കണ്ണൂർ DCC പ്രസിഡന്റ് കെ സുധാകരൻ. പിള്ളേർ പാർട്ടിക്ക് വേണ്ടി നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തതിന് അതിക്രൂരമർദ്ദനത്തിന് വിധേയമാവേണ്ടി വന്ന അടുത്ത സുഹൃത്തും ക്ലാസ്മേറ്റും സാമ്പത്തിക അവസ്ഥയിൽ അതിദരിദ്രനുമായ ഒരുവന്റെ ചികിത്സാ ചെലവ് മുഴുവൻ വഹിച്ചെന്ന് മാത്രമല്ല, പിന്നെയും ഒരുപാട് വർഷം ഒരു മകനെ പോലെ അവനെ കൂടെ കൊണ്ട് നടന്നതിനുമാണ് സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിനോട് എനിക്ക് കടപ്പാട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും കെ സുധാകരൻ എന്ന KPCC പ്രസിഡന്റിനെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ തുടങ്ങിയിരുന്നു. എന്നിട്ടും കണ്ണൂർ എന്ന ഇടതാഭിമുഖ്യമുള്ള പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ പരാജയപ്പെടുത്തുന്നത് 1 ലക്ഷം പരം വോട്ടിന്റെ വമ്പിച്ച ഭൂരിപക്ഷത്തിനാണ്. CPM സംസ്ഥാന സെക്രട്ടറി MLA ആയ CPMന്റെ നെടുംകോട്ടയായ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ പോലും 8000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സുധാകരന്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കണ്ണൂരുകാരനും പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനുമായ സുഹൃത്തിനെ ഞാൻ വിളിച്ചു. അവൻ പറഞ്ഞത്, സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ UDFന്റെ ഒരു രാഷ്ട്രീയ വോട്ട് പോലും ചോരില്ല. മാത്രമല്ല, ജാതിമത രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും അപ്പുറത്ത് നിന്ന് വോട്ട് പിടിക്കാൻ കഴിവുള്ള വലിയ നേതാവായി മാറിയിട്ടുണ്ട് സുധാകരൻ. ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണെങ്കിൽ അത് താൽക്കാലികമാണെന്നും കൃത്യമായ രോഗനിർണയം നടത്തുന്നതിൽ വന്ന കാലതാമസമാണ് ഇടക്കാലത്തുണ്ടായതെന്നും അദ്ദേഹത്തെ പോലൊരു പോരാളി തിരിച്ചു വരണമെന്നുമുള്ള പ്രചരണം ജനങ്ങൾ വിശ്വാസത്തിലെടുത്തു എന്നതാണ് വർദ്ധിച്ച ഭൂരിപക്ഷം കാണിക്കുന്നതെന്നും അവൻ പറഞ്ഞു. മാധ്യമ പരിലാളനകൾ ഒരു കാലത്ത് ലഭിച്ച നേതാവല്ല സുധാകരൻ. മാധ്യമങ്ങളുടെ ഉടമകളെ കണ്ട് സുഖിപ്പിക്കാനോ മാധ്യമപ്രവർത്തകർ എന്തെഴുതിയാലും അവരെ നോക്കി വിളക്കച്ചിരിക്കാനും സുധാകരൻ തയ്യാറാവില്ല. തങ്ങൾക്കെതിരെ ആക്രമണമാണ് ലക്ഷ്യമെങ്കിൽ നോ കോംപ്രമൈസ് എന്ന് തന്നെയാണ് സുധാകരൻ ഇക്കാലം അത്രയും മാധ്യമങ്ങളോടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളായ VK ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടത്തിലും മാധ്യമങ്ങളോട് സ്വീകരിക്കുന്ന നിലപാട് വർഷങ്ങൾക്ക് മുമ്പേ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരുന്ന നേതാവാണ് കെ സുധാകരൻ. സുധാകരന് ഒന്ന് കാലിടറിയാൽ, നാക്കുപിഴ സംഭവിച്ചാൽ മുൻകാല കണക്കുകൾ തീർക്കാനെത്തുന്ന മാധ്യമങ്ങളാണ് ചുറ്റിലും. KPCC പ്രസിഡന്റ് എന്ന പദവിയിൽ ഏറ്റവും അത്യാവശ്യം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കലോ പ്രസ് മീറ്റ് നടത്തലോ അല്ല, പാർട്ടിക്ക് നേതൃത്വം നൽകുകയും പാർട്ടിയെ ഏറ്റവും താഴെത്തട്ടിൽ വരെ ചലനാത്മകമാക്കുകയും ചെയ്യുക എന്നതാണ്. പാർട്ടി പ്രവർത്തകർക്ക് നേതാവെന്ന് പറയാൻ ആൾപ്പൊക്കമുള്ള നേതാവും വർഷങ്ങളായുള്ള പ്രവർത്തന മികവ് കൊണ്ടുള്ള അംഗീകാരവുമാണ് ആവശ്യം. സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ആവശ്യം വരുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും AC മുറിയുടെ ശീതളമയിലിരുന്ന് പത്രസ്ഥാപനങ്ങളിലേക്കുള്ള പ്രസ്താവന തയ്യാറാക്കി നൽകുന്നയാളല്ല, അവർക്കൊപ്പം നിൽക്കുകയും ഏതൊരവസ്ഥയിലും അവരോടൊപ്പം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരാളാകണം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ. കണ്ണൂർ DCC പ്രസിഡന്റായിരുന്ന കെ സുധാകരനും കണ്ണൂർ MP ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനും തീയ സമുദായത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത്. മിക്കവർക്കും അങ്ങനെ തന്നെയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവരിരുവരും അവരുടെ ജാതി ഐഡന്റിറ്റി വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമല്ല നടത്തിയത് രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാ ജാതിമത വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം വേണമെന്നത് ശരിയാണ്. പക്ഷേ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ അത്തരമൊരു ജാതിമത റിസർവേഷൻ വരുന്നത് ഈ സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ചെയ്തുകൂടാത്തൊരു കാര്യമാണെന്നത് മറക്കാൻ പാടില്ല. കെ സുധാകരനെ പോലൊരു ജനകീയ നേതാവിനെ ഈ അവസരത്തിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് വലിയ രീതിയിലുള്ള അസംതൃപ്തി പാർട്ടി അണികളിൽ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് കെ സുധാകരൻ KPCC പ്രസിഡന്റ് പദവിയിൽ തുടരുകയാണ് കേരളത്തിൽ കോൺഗ്രസിനും UDFിനും ഗുണകരമാവുക. സുധാകരനെ മാറ്റുകയാണെങ്കിൽ ക്രിസ്ത്യൻ പ്രസിഡന്റോ മുസ്ലിം പ്രസിഡന്റോ നായർ പ്രസിഡന്റോ ഈഴവ പ്രസിഡന്റോ പാർട്ടിക്ക് ഉണ്ടാകും. എന്നാൽ KPCC പ്രസിഡന്റ് ഉണ്ടാവില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്.